ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ശുശ്രൂഷ നാളുകളിൽ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ആരോഹണത്തിനുള്ള നാളുകൾ തികയാറായപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രൂശാരോഹണത്തിനുള്ളതായ ദിവസം അടുത്തപ്പോൾ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. 4 സുവിശേഷങ്ങളും വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്ന ഭാഗമാണ് കർത്താവിന്റെ യെരുശലേം യാത്ര. കാരണം ക്രൂശീകരണം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന യാത്രയാണ്. ഓശാനയുടെ നാളുകളിൽ ജനമൊക്കെ തനിക്ക് ഓശാന പാടി തന്നെ പോഴ്ത്തി. എന്നാൽ താമസമില്ല, ക്രൂശീകരണം നടക്കുമെന്ന് കർത്താവിന് അറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ട്, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന യാത്രയായതുകൊണ്ട് 4 സുവിശേഷകരും ഈ യാത്രയെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് തന്റെ അവസാനത്തെ യാത്രയായ സമരിയ ദേശത്തുകൂടി പോകുവാൻ അല്പം ആഗ്രഹിച്ചു. കർത്താവിന്റെ ശുശ്രൂഷ നാളുകളിൽ കർത്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ പ്രദേശമാണ് സമരിയ. അവർ യഹൂദന്മാർക്ക് വിരുദ്ധമാണെങ്കിൽ സമരിയ സ്ത്രീയുമായുള്ള സംഭാഷണം ആ ഗ്രാമം മുഴുവൻ ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടാൻ കാരണമായി തീർന്നു. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ 2 ആഴ്ച വായിച്ചല്ലോ, വിത്ത് വിതച്ച ഉടനെ തന്നെ കൊയ്യാൻ പാകമായ പാടമെന്ന് കർത്താവ് പറഞ്ഞു. ശമരിയ സ്ത്രീയിലൂടെ വിതച്ചതായ വിത്ത് ഒറ്റ ദിവസം കൊണ്ട് ഫലം കായ്ച്ചു, ദേശം മുഴുവൻ മാനസാന്തരപ്പെട്ടു. അപ്പോൾ തന്റെ അവസാന യാത്രയിൽ 2 ദിവസം ശമരിയരോട് താമസിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. അതിന് സ്ഥലം ഒരുക്കുവാൻ തന്റെ ശിഷ്യന്മാരിൽ യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് മുന്നമേ അയച്ചു. ഞാൻ ആ പ്രദേശത്തൂടെ വരികയാണ്, എനിക്ക് താമസിക്കുവാനുള്ള ഒരു ക്രമീകരണം നിങ്ങളോട് ചെന്ന് ചെയ്യണം. പത്രോസും യാക്കോബും യോഹന്നാനുമാണ് കർത്താവിന്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയെന്ന് നമുക്കറിയാം. അതിൽ യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിട്ടു. അവരവിടെ ചെന്ന് സമരിയരോട് പറഞ്ഞു, കർത്താവ് ഇവിടെ വരുന്നുണ്ട്, 2 ദിവസം താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അവർ പറഞ്ഞു, സാധ്യമല്ല. കാരണം സമര്യരും യഹൂദന്മാരും തമ്മിൽ ശത്രുതയിലാണ്. സമര്യർ എന്ന് പറയുന്ന ഒരു കാലത്ത് യഹൂദന്മാരായിരുന്നു. ഇസ്രായേൽ ജനം ഭാവിയിൽ പ്രവാസത്തിൽ പോയപ്പോൾ പോയവരൊക്കെ സത്യവിശ്വാസത്തിൽ അവിടെ നിലനിന്നു, അവരെ പിടിക്കപ്പെട്ട സ്ഥലത്ത്. എന്നാൽ പിടിക്കപ്പെടാതെ സ്വന്തം നാട്ടിലായിരുന്നവർ കാലക്രമത്തിൽ ഇതര ജാതികളുമായി വിവാഹബന്ധം നടത്തുകയും അവർ സത്യവിശ്വാസം ത്യജിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരാണ് പിൽക്കാലത്ത് സമര്യർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇവര് അവരുടെ ആ വർഗവിദ്വേഷം വന്നിട്ട് അവർ പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിനും യോഹന്നാനും കോപമുണ്ടായി. അവർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചതാദ്യം ചോദ്യവും കർത്താവ് പറഞ്ഞതായ മറുപടിയുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവർ പറഞ്ഞതാണ്, കർത്താവേ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഇവര് ദഹിച്ചു പോകുവാൻ. കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുകയും അഗ്നി ഇറങ്ങി ഏലിയാവിന്റെ ബലികളൊക്കെയും ദൈവസന്നിധിയിൽ അവന്റെ ഏലിയാവ് പറഞ്ഞ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കപ്പെട്ട സംഭവം 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവരെ യാക്കോബ് യോഹന്നാൻ കർത്താവ് പറഞ്ഞ ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, നിന്നെ കൈക്കൊള്ളാത്തവരൊക്കെ നശിച്ചു പോകുവാൻ. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു മറുപടിയാണ് ചിന്താ വിഷയം. കർത്താവ് പറഞ്ഞു, കർത്താവ് നമ്മൾ വായിക്കുന്ന തിരിഞ്ഞ് അവരെ ശാസിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പഴയ നിയമത്തിലെ പ്രതികാരത്തിന്റെ ആത്മാവിനെയാണോ ഞാൻ നിങ്ങൾക്ക് നൽകിയത്? നിങ്ങളുടെ മേൽ വസിക്കുന്നതായ ആത്മാവ് പ്രതികാരത്തിന്റെ ആത്മാവല്ല, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഉദാത്തമായ ത്യാഗത്തിന്റെയുമായ ആത്മാവാണത്. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പകരത്തിന് പകരം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുക. അത് പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് മോശ പറഞ്ഞത്, ഒരുവൻ അടിച്ചൊരുവന്റെ കണ്ണ് കളഞ്ഞാൽ മറ്റവന്റെയും ഒരു കണ്ണേ നിനക്ക് കളയാൻ അവകാശമുള്ളൂ, 2 കണ്ണ് കളയാൻ അവകാശമില്ല. ഒരുവൻ അടിച്ച് ഒരുവന്റെ പല്ല് കളഞ്ഞാൽ അവന്റെ ഒരു പല്ല് നിനക്ക് കളയാം, 2 പല്ല് കളയാനോ അവനെ കൊല്ലാനോ അവകാശമില്ല. പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി മോശ കൊടുത്ത ഒരു നിയമം മാത്രമായിരുന്നത്.
എന്നാൽ യേശു വന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ചതായ ദൈവസ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ധൂർത്തപുത്രന്റെ പിതാവാണ്. എല്ലാം നശിപ്പിച്ചവനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന സ്നേഹം മാത്രമാണ് ദൈവം. അപ്പൊ കർത്താവിനോട് ചോദിക്കുന്നു, ഇത്രയും നാള് ഞാൻ നിങ്ങൾക്ക് പകർന്ന ആത്മാവ് ഏതാണ്? പ്രതികാരത്തിന്റെ ആത്മാവല്ല, സഹനത്തിന്റെ ആത്മാവിനെയല്ലേ നിങ്ങൾക്ക് ഞാൻ പകർന്നത്. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട ആത്മാവ് ഈ സകലത്തിന്റെ ആത്മാവാണ്. അടുത്ത പിന്നത്തെ ഞായറാഴ്ച വരുമ്പോൾ നമ്മൾ പെന്തിക്കോസ്തുടെ ദിവസത്തിലേക്ക് വരികയാണ്. അന്നാണ് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നതിന്റെ അനുസ്മരണം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വായന ഇപ്പോൾ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നത്. ആ പരിശുദ്ധാത്മാവിനെ മാമോദീസാൽ നമ്മൾ സ്വീകരിച്ചതിന്റെ പുതുക്കമാണ് പെന്തിക്കോസ്തിൽ നമ്മൾ സംഭവിക്കേണ്ടത്. ആ ആത്മാവ് പകരത്തിന് പകരം ചെയ്യുന്ന ആത്മാവല്ല, ശത്രുവിനെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ചേട് കളിക്കുന്നവനെ മറുചേട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവികമായ സ്നേഹം, ആ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ ഇടയായിത്തീരണം. ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മിൽ വസിക്കുന്ന ആത്മാവ് ഏതാണ്? പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയ ആത്മാവോ പഴയ നിയമത്തിലെ പ്രതികാരത്തിന്റെ ആത്മാവോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ പകർന്നത് ആ പ്രതികാരത്തിന്റെ ആത്മാവിനെയല്ല, സഹനത്തിന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ടാണ് ദൈവികമായ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് സാക്രിഫിഷ്യൽ ലവ് ഓർ അൺഎൻഡിങ് ഗിവിംഗ് ലവ് എന്ന് പറയും. ഒന്നത് സഹിക്കുന്ന സ്നേഹമാണ്, രണ്ട് നിർത്താതെ കൊടുക്കുന്ന സ്നേഹമാണ്. ആ ആത്മാവിനെ പ്രാപിക്കാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്ത്രീകന്മാരുടെ മേൽ അന്നുണ്ടായിരുന്ന ആത്മാവ് പെന്തിക്കോസ്തിയിൽ ആ ആത്മാവിന്റെ ആ മനോഭാവം നിന്ന് മാറുകയും പരസ്പരം സ്നേഹിക്കുവാനും സഹിക്കുവാനുമുള്ള കൃപയിലേക്ക് അവർ വളർത്തപ്പെടുകയും ചെയ്തു. ആ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പ്രവർത്തിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ നിത്യവും പ്രകാശിപ്പാൻ ആത്മഗായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മഗായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നേണമേ. പ്രിയനേ, തിരുനാമം ഉയർന്നിടട്ടെ. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ കർത്തൃദിവസത്തിന്റെ പ്രഭാതം നമ്മുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. വിവിധ ഭവനങ്ങളിൽ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ ഞങ്ങൾ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാനും ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഇന്ന് പ്രഭാതം മുതൽ അങ്ങുമായുള്ള ദിവ്യമായ ബന്ധത്തിൽ ഞങ്ങൾ ഗാനങ്ങൾ ആലപിക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അങ്ങയുടെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ആ സാന്നിധ്യ കൃപയെ നഷ്ടപ്പെടാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇന്നത്തെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രതികാരത്തിന്റെ ആത്മാവിനെയല്ല, സകലത്തിന്റെ ത്യാഗത്തിന്റെ നിർത്താതെ കൊടുക്കുന്ന ആ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം അത് ഞങ്ങളിൽ ശക്തിപ്പെടുവാനും സഹായിക്കണമേ. യാക്കോബും യോഹന്നാനും വെറും മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്നു. കർത്താവിനെ കൈക്കൊള്ളുന്ന കൊള്ളാത്തവരൊക്കെയും ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിക്കാത്തവരൊക്കെയും നശിച്ചു പോകണം. കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ വസിക്കുന്ന ഏത് ആത്മാവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പകരത്തിന് പകരം ചെയ്യുന്ന ആത്മാവല്ല, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ നിങ്ങളിൽ പറഞ്ഞത്. ദൈവമേ, അതേ ആത്മാവിൽ തന്നെ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാ വ്യക്തിപരമായും കുടുംബമായും ദേശമായും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും രോഗികളായിരിക്കുന്നവരെയും ശാരീരിക ബലഹീനതകൾ അനുഭവിക്കുന്നവരെയും
അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശരീരം ബലഹീനമായാലും ആത്മാവ് കൂടുതൽ ശക്തിയോടും ദൈവാനുഭവത്തോടും ജീവിപ്പാനിടയാകണമേ. ഭയമോ നിരാശയോ ദുഃഖമോ ഹൃദയങ്ങളെ ബാധിക്കാതെ പ്രത്യാശയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണം. അത് വചനം വായിക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും ആരാധനത്തിലൂടെയും മാത്രം ഞങ്ങൾ ലഭിക്കുന്നതാണല്ലോ. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ കുടുംബ ജീവിതത്തെ അവിടുന്ന് നിന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് മധ്യസ്ഥനായി ആരംഭിച്ച എല്ലാ കുടുംബങ്ങളും അങ്ങനെ തന്നെ ഭൂമിയിൽ തുടരുവാനും സഹായിക്കണം. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ജീവിത പങ്കാളിയെ ലഭ്യമാകുവാനും അവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനും സഹായിക്കണം. കുടുംബജീവിതത്തിന്റെ അനുഗ്രഹമായി തന്ന പൈതങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. ദൈവകൃപയിലും ജ്ഞാനത്തിലും വിവേകത്തിലും അവരൊക്കെ വളർത്തപ്പെടുവാനും അവർ മുഖാന്തരം സഭയും സമൂഹവും അനുഗ്രഹവും സന്തോഷവും പ്രാപിപ്പാനിടയായിത്തീരണം. ഞങ്ങളുടെ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും കാത്തു പരിപാലിക്കണമേ. കാലാകാലങ്ങളിൽ എല്ലാവരും ആരോഗ്യത്തോടെ സമാധാനത്തോടെ തങ്ങൾ കാണുവാനും സന്തോഷിപ്പാനും അങ്ങയെ സ്തുതിപ്പാനും ഇടയാക്കണം. ശക്തിക്ക് അപ്പുറമായ എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. പഠിക്കുന്ന മക്കളെ ദൈവകൃപയാൽ അവിടുന്ന് നിറയ്ക്കണമേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ അവരുടെ മേൽ വർഷിപ്പിക്കണം. ദേവാലയത്തിന്റെ എല്ലാ ഭക്ത സംഘടനകളും മാനേജിംഗ് കമ്മിറ്റി ഭക്ത സംഘടനകളെയൊക്കെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനും ആത്മീയമായ ഞങ്ങളുടെ വളർച്ചയ്ക്കും നല്ല സാക്ഷ്യത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി ഭവിക്കണം. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശാന്തിയുടെ സമാധാനത്തിന് ദൈവാനുഭവത്തോടെ ജീവിക്കാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ. കർത്താവേ, ഈ ആഴ്ചയിലെ ജന്മദിനമുള്ളവരെ വിവാഹവാർഷികമുള്ളവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ അവരുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. നാളിതുവരെയും അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും സ്തോത്രം. മുന്നോട്ടും അവിടുത്തെ കൃപ വഴി നടത്തണം. സ്വർഗീയദാനങ്ങളാൽ നിറയ്ക്കണം. മാനവ മഹത്വം അങ്ങേക്കായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.